മിമിക്രി കലാകാരനും നടനുമായ കലാഭവൻ നവാസിൻ്റെ അകാല വിയോഗം കുടുംബത്തിനുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. നടൻ നവാസിൻ്റെ സഹോദരൻ കൂടിയായ നിയാസ് ബക്കർ നവാസിൻ്റെ മരണശേഷമുള്ള കുടുംബകാര്യങ്ങൾ പങ്കുവച്ചതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. നവാസിൻ്റെ മരണം സമ്മാനിച്ച ഷോക്കിൽ നിന്നും വേദനയിൽ നിന്നും രഹന മൂവ് ഓൺ ചെയ്തിട്ടില്ല എന്നും അതിനൊക്കെ സമയമെടുക്കുമെന്നുമാണ് നിയാസ് പറയുന്നത്. മക്കളുടെ ഉത്തരവാദിത്തമൊക്കെ രഹന തന്നെയാണ് നോക്കുന്നത്. എന്നും ജീവിക്കാൻ ആവശ്യമായ അസറ്റ് ഉണ്ടാക്കിയ ശേഷമാണ് നവാസിൻ്റെ മരണമെന്നും നിയാസ് പറയുന്നു. നവാസ് മരിച്ചു എന്ന് കരുതി 3 മക്കളുടെയും രഹനയുടെയും ഉത്തരവാദിത്തം അവരവരിൽ തന്നെയാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നവാസ് അധ്വാനിച്ചു വെച്ചതുണ്ട്. ഒരു 4-5 കോടിയുടെ അസറ്റ് അവനുണ്ട്. രഹന തന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. രഹന റിക്കവറായി വരാൻ സമയമെടുക്കും. നമ്മൾ എങ്ങനെ പറഞ്ഞാലും അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് അറിയാമല്ലോ. കുറേ സമയമൊക്കെ വളരെ ബെറ്റർ ആയിട്ടിരിക്കും, വേറെ ചില സമയം വളരെ ഡൗൺ ആകും. അത് എത്ര വന്നാലും ചില ഓർമ്മകൾ വരുമ്പോൾ അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നവാസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് രഹന തന്നെ പറഞ്ഞതാണ്. അത് ഏതൊരു ഭാര്യയ്ക്കും അങ്ങനെയാണല്ലോ. എൻ്റെ ഭാര്യയ്ക്കും അങ്ങനെ പറ്റില്ല. ഭാര്യയില്ലാതെ എനിക്ക് ജീവിക്കാൻ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആ ബന്ധത്തിൻ്റെ തീവ്രതയാണത്. അപ്രതീക്ഷിത വിയോഗമായിരുന്നു. ഇപ്പോഴും ആള് കൂടെ ഉള്ളതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. നമുക്ക് നഷ്ടങ്ങളിൽ എപ്പോഴും ഒരു വേദനയുണ്ടാകും. പക്ഷേ നമ്മൾ അതിനെ ഓവർകം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ പെട്ടെന്ന് ഓവർകം ചെയ്തു. മരണം എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പല ആളുകളും ഞാൻ നവാസിൻ്റെ അനുജനായിട്ടാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ 2 വയസ്സിന് താഴെയാണ് നവാസ്. ഞങ്ങൾ 3 പേരാണ്. ഞാൻ, നവാസ്, നവാസിൻ്റെ താഴെ നിസാമുദ്ദീൻ. നടുക്കുള്ള ആളാണ് പോയത്. ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും താങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ എന്നുള്ള ഒരു ഇതൊന്നുമല്ല. ഈ 2 വയസ്സ് വ്യത്യാസമല്ലേ. സാഹോദര്യ ബന്ധത്തിനേക്കാൾ കൂടുതൽ ഒരു സുഹൃത്ത് ബന്ധമാണ് ഞങ്ങൾക്കും ഇടയിലുണ്ടായത്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമല്ലേ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഒരു ദിവസം മരിക്കുമെന്നുള്ളത്. എന്നിട്ട് നമ്മൾ വാവിട്ട് കരയും. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും അത് സഹിക്കാൻ പറ്റാത്തൊരു വേദന തന്നെയാണ്.